കൊല്ലം തഴവയിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. 9 വീടുകളും ഒരു കാറും അടിച്ചു തകർത്തു. ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവർ ഹെൽമറ്റും മുഖംമൂടിയും ധരിച്ചിരുന്നു. ദിലീപ് ദേവസി നൽകും വിശദാംശങ്ങൾ. ദിലീപ്, എന്താണ് സംഭവിച്ചത്? ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? റോഷ്നി, ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. തഴവ കുറ്റിപ്പുറത്തായിരുന്നു മുഖംമൂടിയും മാസ്കും ഹെൽമറ്റും ധരിച്ചെത്തിയ മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട്ടിൽ കയറി, വീട്ടിലെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യവും. ഒപ്പം ഇത് ഒരു വീട്ടിൽ മാത്രമല്ല 9 വീടുകളിലാണ് ഈ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ലഹരി സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് വൻതോതിൽ ലഹരി വിൽപ്പന നടത്തുകയും യുവാക്കളടക്കം ലഹരിക്ക് അടിമകളാകുകയും ചെയ്യുന്നുണ്ട് എന്ന് നാട്ടുകാർ പരാതി നൽകുകയും ചെയ്തിരുന്നു. കാറടക്കം തല്ലിപ്പൊളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റോഷ്നി, ശരി, ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.